കഴിഞ്ഞ ദിവസം ജമിയത്തുൽ ഉലമ ഹിന്ദിൻ്റെ നേതാവായ അർഷദ് മദനിയുടെ പ്രസ്താവന വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചു. ന്യൂയോർക്കിൽ മംദാനിക്ക് മേയറാകാം, ഇംഗ്ലണ്ടിൽ ഒരു ഖാന് മേയറാകാം, പക്ഷേ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി പരിതാപകരമാണ്. ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാകാൻ മുസ്ലിമിന് സാധിക്കില്ല. അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ന്യൂനപക്ഷ സ്ഥാപനമായ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആസം ഖാനെ പോലെ ജയിലിൽ കിടക്കേണ്ടി വരുന്നു. തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത വിധം മുസ്ലിങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ പ്രസ്താവന. നിലവിൽ മുസ്ലിങ്ങളുടെ ഇന്ത്യയിലെ അവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ വിലയിരുത്തലാണ് അർഷദ് മദനി നടത്തിയിരിക്കുന്നത്. അർഷദ് മദനി പ്രസംഗത്തിൽ പരാമർശിച്ച ആസം ഖാൻ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം മുലായം സിംഗിനോടൊപ്പം പ്രവർത്തിച്ച ആളാണ്. യു പിയിൽ മന്ത്രിയായിരുന്ന ആളാണ്. 2 പാൻ കാർഡുകൾ സൂക്ഷിച്ചു എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ഭീകരവാദിയെപ്പോലെ ജയിലിലടക്കുകയും ജാമ്യത്തിൽ വന്ന ആളെ വീണ്ടും ജയിലിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നത്. ലളിതമായ കുറ്റങ്ങൾക്ക് ഭീകരമായ ശിക്ഷകൾ നൽകുന്ന ഒരവസ്ഥ ഇന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുന്നു. വ്യാജമല്ലെന്ന് തെളിയിക്കപ്പെടാത്ത ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് അഫിഡവിറ്റ് നൽകിയ പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്ന സ്ഥലത്താണ് പാൻ കാർഡിൻ്റെ പേരിൽ ജയിലിലടക്കുകയും അദ്ദേഹത്തെ ഭീകരവാദിയെപ്പോലെ വേട്ടയാടുകയും ചെയ്യുന്നത്. ഒരു നിലക്കും മുസ്ലിങ്ങളെ തല ഉയർത്താൻ വിടില്ല എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് മോദി ഗവൺമെൻറ്. ഡൽഹി സ്ഫോടനത്തിൽ പ്രതി ചേർക്കപ്പെട്ട 2 ആളുകൾ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരായിരുന്നു. അവർക്ക് നേരിട്ട് പങ്കുണ്ടെങ്കിൽ അത് അപലപനീയമാണ്, മഹാപാതകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കുറ്റാരോപിതരായ ആളുകൾ ജോലി ചെയ്ത സ്ഥാപന മേധാവിയുടെ ബിൽഡിങ്ങുകൾ, വീടുകൾ തകർക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് BJP സർക്കാർ. മാത്രമല്ല, ഒരു യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാർ കുറ്റാരോപിതരോ കുറ്റക്കാരായോ ജയിലിലടക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ വിചാരണ നേരിടുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ ആ സ്ഥാപനത്തെ വേട്ടയാടാൻ വേണ്ടി BJP സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ ന്യൂനപക്ഷ പദവി റദ്ദ് ചെയ്യാൻ ആവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ പ്രവേശിച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷ പദവി നഷ്ടപ്പെടാതിരിക്കാൻ ആ സ്ഥാപനത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സ്റ്റാഫോ ജീവനക്കാരോ കുറ്റം ചെയ്യുകയോ പ്രതി ചേർക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തെ വേട്ടയാടാൻ ഭരണഘടനയുടെ ഏത് വകുപ്പാണ് അനുശാസിക്കുന്നത്? ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ ഫരീദാബാദിലെ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ആർട്ടിക്കിൾ 30 ഭാഷാപരവും മതപരവുമായ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും നടത്തുവാനും മൗലികാവകാശം നൽകുന്നു. ആ സ്ഥാപനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന അർദ്ധ ജുഡീഷ്യൽ പവറുള്ള സ്ഥാപനമാണ് ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപന കമ്മീഷൻ. NCMEI ആണ് ഇപ്പോൾ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിനു പുറമെ വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്കും റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ക്ലോസ് ചെയ്യുക എന്നതാണ് BJP സർക്കാരിൻ്റെ ലക്ഷ്യം. ജമ്മുവിലെ ശ്രീമാതാ വൈഷ്ണദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിയിൽ അഡ്മിഷൻ ലഭിച്ച 45 വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു സംഘടനകൾ ലഫ്റ്റനന്റ് ഗവർണറെ സമീപിച്ചിരിക്കുകയാണ്. അടുത്തിടെ ആരംഭിച്ച മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ചിൽ അഡ്മിഷൻ ലഭിച്ച 50 പേരിൽ 45 വിദ്യാർത്ഥികളും മുസ്ലിങ്ങളായിരുന്നു. ഇതിൽ 42 പേരെയും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJPയും സംഘ് പരിവാറും ലഫ്റ്റനന്റ് ഗവർണറെ സമീപിക്കുകയും ലഫ്റ്റനന്റ് ഗവർണർ അവരുടെ ആവശ്യം പരിഗണിച്ച് വിദ്യാർത്ഥികളെ പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുകയുമാണ്. എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അഡ്മിഷൻ ലഭിച്ചത്. നാഷണൽ മെഡിക്കൽ കൗൺസിൽ ചട്ടങ്ങൾ പാലിച്ചും നീറ്റ് റാങ്ക് പട്ടിക അനുസരിച്ചും അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളെയാണ്
ഹിന്ദുത്വ സംഘടനകളുടെ ആവശ്യം പരിഗണിച്ച് പുറത്താക്കുന്നത്. ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഹിന്ദുക്കളായിരിക്കണം എന്നാണ് സംഘപരിവാർ വാദിക്കുന്നത്. ഒരു സമൂഹത്തെ ഭരണകൂടം അടിച്ചമർത്തുമ്പോൾ ആ സത്യം ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു അർഷദ് മദനി. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.